ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. ഇതാണ് സുവിശേഷം. ഇത്രയേ ഉള്ളൂ സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നതേ ഉള്ളൂ. ഏത് പ്രസംഗ വിഷയം എടുത്താലും ഇതാണ് പ്രസംഗ വിഷയം. യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ക്രൂശിൽ മരിച്ചു. പാപം ചെയ്തിട്ടല്ല, ഒരു പാവവും ഇല്ലാഞ്ഞിട്ടും അവിടുന്ന് മനുഷ്യജാതിയുടെ മുഴുവൻ പാവവും തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു. കർത്താവായ യേശുക്രിസ്തു മരിച്ചെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഇനിയും നമ്മെ വിശുദ്ധന്മാരെ ചേർക്കാൻ വീണ്ടും വരും. യേശുക്രിസ്തു ഒന്നാമത്തെ വരവിൽ പാപികളെ വിശുദ്ധരാക്കുവാൻ വന്നു. രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കാൻ വരുന്നു. ഇത്രയേ ഉള്ളൂ സുവിശേഷം. ഇനി അതിനപ്പുറം ഒന്നുമില്ല. ഇത് എല്ലാം സുവിശേഷം മുഴുവൻ അതിനകത്ത് ഒതുങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇതില്ലാത്ത സുവിശേഷങ്ങളെല്ലാം അത് സുവിശേഷമല്ല, അത് മനുഷ്യൻ്റെ ബുദ്ധിയായിരിക്കും. ബുദ്ധിയുടെ ചില കാര്യങ്ങളായിരിക്കും പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നതാണ് ക്രിസ്തു ഇല്ലാത്ത പ്രസംഗങ്ങൾ സുവിശേഷ പ്രസംഗമല്ല. പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. പള്ളികളിലുണ്ട്, കൺവെൻഷൻ മന്ദിരങ്ങളിലുണ്ട്, വലിയ വലിയ സുവിശേഷ കമ്പനികൾ നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് സുവിശേഷം. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. പാവമില്ലാത്ത ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതൊരു നിത്യ യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അന്നത്തെ റോമൻ ഗവൺമെൻറ് കിടിലം കൊണ്ടു, ഞെട്ടിപ്പോയി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു മാത്രമല്ല, പല പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാർക്ക് അക്ഷരികമായി പ്രത്യക്ഷനായി. അവരുടെ മുമ്പിലൂടെ നടന്നു, അവരുടെ കൂടെ ഇരുന്നു. എന്തൊരത്ഭുതം! ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അന്ന് ക്രൂശിന്മേൽ പരാജിതനെ പോലെ, തോറ്റവനെ പോലെ ക്രൂശിന്മേൽ കിടന്ന ക്രിസ്തു ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്നു. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. സ്തോത്രം. ഇന്ന് എവിടെ വേദനയുണ്ടോ അവിടെ ഓടിയെത്തുന്ന ക്രിസ്തു. സത്യം. എവിടെ ദുരിതമുണ്ടോ അവിടെ ഓടിയെത്തി ആശ്വസിപ്പിക്കുന്ന ക്രിസ്തു. എവിടെ അങ്കലാപ്പും സംഭ്രാന്തിയുണ്ടോ അവിടെ ഓടിയെത്തി അനുഗ്രഹിക്കുന്ന ക്രിസ്തു. എവിടെ വേദനയുണ്ടോ, എവിടെ രോഗമുണ്ടോ, എവിടെ ആപത്തുണ്ടോ, എവിടെ അത്യാഹിതമുണ്ടോ അവിടെ ഓടിച്ചെല്ലാൻ കൊതിച്ചു നിൽക്കുന്ന ക്രിസ്തു. സ്തോത്രം. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ബലം. എൻ്റെ പ്രശ്നം യേശു കാണുന്നുണ്ട്, എൻ്റെ വേദന യേശു കാണുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ യേശു കാണുന്നുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ വീട്ടിലെ സ്വൈര്യക്കേടുകൾ കർത്താവ് കാണുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ വല്ലായ്മകൾ കർത്താവ് കാണുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ കർത്താവ് കാണുന്നുണ്ട്. എല്ലാം കാണുന്ന ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയി. എന്നാൽ ആരും നനച്ചിരിക്കാത്ത സമയത്ത് ക്രിസ്തു വീണ്ടും വരും. ക്രിസ്തുവിൻ്റെ പുനരാഗമനം. അതിനെ തുടർന്ന് പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു നിത്യയുഗത്തിലേക്ക് മനുഷ്യജാതി പ്രവേശിക്കും. നിത്യയുഗം, ഒരിക്കലും തീരാത്തൊരു യുഗം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നീ ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് ഞാൻ ഇപ്പോൾ കേട്ടല്ലോ. നീ പ്രശ്നങ്ങൾ കാണുന്നിടത്ത് ഓടി എത്തുന്നതാണെന്ന് ഞാൻ കേട്ടല്ലോ. വേദനയുള്ളിടത്ത് ഓടി അണയുമെന്ന് ഞാൻ കേട്ടല്ലോ. കർത്താവ്, എങ്കിൽ ഇവിടെ ഞാൻ ഒരാളുടെ ഇരിപ്പുണ്ട്, ഒരാവശ്യക്കാരനായ ഒരാളുടെ ഇരിപ്പുണ്ട്, ആവശ്യക്കാരിയായ ഒരാളുടെ ഇരിപ്പുണ്ട്, അത്യാവശ്യക്കാരിയായ ഒരാളുടെ ഇരിപ്പുണ്ട്. യേശുവേ, നീ ഒന്ന് വരണേ. ഇന്ന് ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിൽ കൂടി യേശുവേ, നീ എൻ്റെ അരികിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇന്ന് നീ എൻ്റെ അരികത്ത് വന്ന് എൻ്റെ ആഗ്രഹങ്ങളൊന്ന് സാധിപ്പിച്ചു തരണേ. കർത്താവേ, എൻ്റെ ചില ആശകളുണ്ട്, ഇതുവരെ നിറവേറാത്ത ആശകൾ ഒന്ന് സാധിപ്പിച്ചു തരണേ. എൻ്റെ പ്രയാസങ്ങളുണ്ട്, കർത്താവേ, ഒരു പരിഹാരം തരണേ. നീ ജീവിക്കുന്ന ക്രിസ്തുവാണല്ലോ കർത്താവേ. ഗോകുൽത്തായിൽ കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. ഞാൻ പിൻപറ്റുന്നത് വെറും ഊമവിഗ്രഹങ്ങളെയല്ല, കല്ലിനെയും മരത്തെയും അല്ല ഞാൻ പിൻപറ്റുന്നത്. നിർജീവമായ ഏതെങ്കിലും കാര്യങ്ങളെല്ലാം പിൻപറ്റുന്നത്.
നിർജ്ജീവമായ പ്രാർത്ഥനകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ശുശ്രൂഷകളെയല്ല ഞാൻ പിൻപറ്റുന്നത്. ഞാൻ പിൻപറ്റുന്നത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ്. യേശുവേ, ഇത് ഞാൻ വിശ്വസിക്കുന്നു, നീ ഇപ്പോൾ ഒന്ന് ഇറങ്ങി വരണേ. ഞാൻ ആവശ്യക്കാരനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, അത്യാവശ്യക്കാരി അവിടെ ഇരിക്കുകയാണ്. എൻ്റെ അരികത്ത് വന്ന്, കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ ദുഃഖങ്ങളെ നീ ഒന്ന് മാറ്റണമേ, എൻ്റെ നീറ്റലുകളെ നീ ഒന്ന് അകറ്റണമേ, എൻ്റെ ഉൾത്തിങ്ങലുകളെ നീ ഒന്ന് മാറ്റിത്തരണമേ. യേശുവേ, എനിക്കൊരു സമാധാനം തരണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം സങ്കീർത്തന പുസ്തകം 69-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ വായിക്കാം. നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു, ഇന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. വല്ലവനും സഹതാപം തോന്നുമോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കി. ആരെയും കണ്ടില്ല താനും. ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കൊടുപ്പാൻ തന്നു. ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കൊടുപ്പാൻ തന്നു. എൻ്റെ ദൈവമേ, ജീവനുള്ള ക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുൻപ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതാണിത്. പ്രവാചകൻ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. പ്രവാചകൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ക്രിസ്തു പിന്നെയും 750 കൊല്ലം കഴിഞ്ഞിട്ടേ ജനിക്കുന്നുള്ളൂ. ക്രിസ്തു ക്രൂശിൽ മരിച്ച ആ മരണത്തെയും ആ യാതനകളെയും എല്ലാം ചിത്രീകരിക്കുന്നതായി വിശദീകരിക്കുന്നതായ ഒരു പ്രവചനമാണ് ദാവീദിൻ്റെ ഈ പ്രവചനം, ഈ 69-ാം സങ്കീർത്തനം. 69-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, എല്ലാം പ്രവചനം. അവിടെ ദാവീദ് ദൈവത്തോട് യാചിക്കുകയാണ്, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് ഈ 69-ാം സങ്കീർത്തനത്തിൽ മാത്രമല്ല, 22-ാം സങ്കീർത്തനത്തിലും ഈ ക്രൂശാരോഹണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 22-ാം സങ്കീർത്തനത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിൽ 110-ാം സങ്കീർത്തനത്തിലും ഈ ക്രൂശാരോഹണത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് എല്ലാം മുൻകൂട്ടി കാണുകയാണ്. പ്രവാചകന്മാർ മുൻകൂട്ടി കാണുകയാണ്. യെശയ്യാവ് മുൻകൂട്ടി കണ്ടു, ദാവീദ് മുൻകൂട്ടി കണ്ടു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പാണ് ദാവീദ് പ്രവചനം എഴുതിയത്. 1000 വർഷം മുൻപ്. അതിലാണ് ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ കൈവിട്ടത് എന്ത് എന്ന്. എന്തൊരത്ഭുതം! ഈ വേദപുസ്തകം ഒരു രത്നഖനിയാണെന്നുണ്ടെങ്കിൽ പറയാം. വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറഞ്ഞു തരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഇതിനകത്ത് കിട്ടുന്നത്. നാം ഈ വേദപുസ്തകം തീർച്ചയായിട്ടും വായിച്ചിരിക്കണം, നിർബന്ധമായും വായിക്കണം, പ്രാർത്ഥനാപൂർവ്വം വായിക്കണം, ധ്യാനിച്ചുകൊണ്ട് വായിക്കണം, അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് വായിക്കണം. അപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും, നമുക്ക് സമാധാനം കിട്ടും. വേദപുസ്തകം വായിച്ച് വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഏങ്ങലടിച്ചു എന്ന് വരും, നിങ്ങൾ കരഞ്ഞു എന്ന് വരും, നിങ്ങൾ കണ്ണീര് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വീണു എന്ന് വരും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലൊരു ആശ്വാസം നിങ്ങൾ അറിയാതെ തന്നെ വന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് പകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ 69-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ എന്താണ് വായിക്കുന്നത്? നമുക്ക് വായിക്കാം. തുടങ്ങുന്ന ഭാഗം, ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ഇത് ദാവീദ് പറയുന്നതാണ്, ദൈവമേ രക്ഷിക്കണമേ. പക്ഷേ ഇത് ദാവീദ് പറയുന്നതാണെങ്കിൽ അത് പ്രവചനം കൂടിയാണ്. യേശുക്രിസ്തു വരാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ചുള്ളതായ മുൻകൂട്ടിയുള്ള സൂചനകളും കൂടിയാണ്. ദൈവമേ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. വലിയൊരു ജലാശയത്തിനെ മുങ്ങിപ്പോയിരിക്കുന്നു, വലിയൊരു സമുദ്രത്തിനെ മുങ്ങിപ്പോയിരിക്കുന്നു. വെള്ളം എൻ്റെ പ്രാണനോളം. അയ്യോ കർത്താവേ, ഞാനിതാ വെള്ളത്തിൽ മുങ്ങി, ഡ്രൗണിങ് മാൻ, ഡ്രൗൺ ചെയ്യുകയാണ്, ഞാൻ താണുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൽ താണുകയാണ്, മുങ്ങിപ്പോവുകയാണ്. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു. കർത്താവേ, ഞാൻ നിലവിളിച്ച് തളർന്നു പോയിരിക്കുന്നു. എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. എന്നെ മിണ്ടാൻ വയ്യ കർത്താവേ, കരയാനും വയ്യ, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ഞാൻ ആശ്വസിച്ചു, ദൈവം എന്നെ സഹായിക്കാൻ വരുമെന്ന് വിചാരിച്ചു. ഞാൻ ആശ്വസിച്ചു, പക്ഷേ കണ്ണ് മങ്ങിപ്പോയി. കർത്താവ് വരുന്നില്ല. ദൈവമേ, നിത്യപിതാവേ, നീ വരുന്നില്ല. എന്താണിത്? നീ എൻ്റെ സഹായത്തിന് നീ വരാത്തത് എന്താണ്? ഞാൻ എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. ഒരു കാരണവുമില്ലാതെ അനേകരുടെ ശത്രുക്കളായി തീരുകയാണ്. ഒരു കാരണവുമില്ല. ഞാൻ ഒരു ദോഷവും ചെയ്തില്ല, ഒരു ദ്രോഹവും ചെയ്തില്ല, എൻ്റെ മനസ്സിൽ പോലും നിരൂപിച്ചില്ല. പക്ഷേ അനേകർ എന്നെ ഉപദ്രവിക്കുന്നു, അനേകർ എന്നെ പകയ്ക്കുന്നു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ
എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. തലയിൽ രോമം എനിക്ക് എണ്ണാൻ വയ്യ, അതുപോലെ എണ്ണമില്ലാത്ത ശത്രുക്കളാണ് എനിക്കുള്ളത്. എണ്ണമില്ല. തലയിൽ രോമത്തേക്കാളും അധികം ശത്രുക്കൾ കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവരുണ്ട്. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. വൃഥ എൻ്റെ ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കും. വൃഥ എൻ്റെ കർത്താവേ, ഒരു കാരണമില്ലാതെയാണ് അവർ ശത്രുക്കളായി തീർന്നിരിക്കുന്നത്. എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ദ്രോഹവും ചെയ്തില്ലല്ലോ, ഞാനൊരു പാവവും ചെയ്തില്ലല്ലോ, അവർക്ക് ഒരു ദോഷവും ഞാൻ വരുത്തിയില്ലല്ലോ. വൃഥായി ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. ഞാൻ കവർച്ച ചെയ്തില്ല, പക്ഷേ അവർ നിർബന്ധിച്ചതിനോട് നീ കവർച്ച ചെയ്തെന്ന് എന്നിൽ നിന്ന് അവർ വാങ്ങിക്കുന്നു. കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു. കർത്താവേ, ഞാനൊരു മണ്ടനാണ്, നിനക്കറിയാമല്ലോ. നീ എൻ്റെ ഭോഷത്വം അറിയുന്നു. എൻ്റെ അകൃത്യങ്ങളിൽ നിനക്ക് മറവായിരിക്കുന്നില്ല. കർത്താവേ, എനിക്ക് തെറ്റുകളുണ്ട്, എനിക്ക് പാപമുണ്ട്, അത് നിനക്ക് മറവായിരിക്കുന്നില്ല. നീ എല്ലാം അറിയുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, ദാവീദ് ഹൃദയം തുറന്ന് പറയുകയാണ്, തുറന്ന് കരയുകയാണ്. അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ മുൻകൂട്ടി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവചനാത്മകമായിട്ടാണ് പറയുന്നത്. പ്രവചനമാണെന്ന് ഓർത്തുകൊണ്ടതല്ല ദാവീദ് പറയും സ്വന്തം ജീവിതത്തിൽ വേദനാകരമായ അനുഭവങ്ങളാണ് പേർത്തും ദാവീദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. കർത്താവേ, ഞാൻ മൂലം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ലജ്ജിക്കാനിടവരല്ലേ. അനേകർ ഞാൻ മൂലം രക്ഷപ്പെടേണ്ടതാണ്, പക്ഷേ ഞാൻ മൂലം പാവപ്പെട്ടവരെ ലജ്ജിക്കാനിടവരല്ലേ. സാധുക്കൾ അനേകം പേരുണ്ടല്ലോ, അവർ ലജ്ജിക്കാനിടവരല്ലേ. ഞാൻ മൂലം നിരവധികളായി അവരെ ശിക്ഷിക്കാനിടവരല്ലേ. ദൈവമേ, പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. പിന്നെ ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. കർത്താവേ, ഞാൻ നിമിത്തം അനേകം ലജ്ജിക്കേണ്ടവരല്ലേ. ഞാൻ നിൻ്റെ ദാസനാണ്. എൻ്റെ ജീവിതം കണ്ടിട്ട് അവർ ദൈവത്തെ നിന്ദിക്കാനിടവരല്ലേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം കണ്ടിട്ട് അനേകം ആളുകൾ എന്നെ കാണികൾ ധാരാളം ഉണ്ടല്ലോ ഈ ലോകത്തുള്ളവർ. എൻ്റെ നിമിത്തം നിന്നെ ലജ്ജിപ്പിക്കേണ്ടവരല്ലേ, നീ ലജ്ജിച്ചു പോകേണ്ടവരല്ലേ. എൻ്റെ സ്വഭാവം കണ്ടിട്ട്, ഞാൻ ദൈവഭക്തനാണ് ഭാവിച്ച് നടക്കുന്ന എൻ്റെ സ്വഭാവം കണ്ടിട്ട് മറ്റുള്ളവർ നിന്ദിക്കുകയും എന്നെ ലജ്ജാവിവശനാക്കുകയും ചെയ്യേണ്ടവരല്ലേ. ദൈവത്തിന് പോലും ലജ്ജ വരുത്തുന്നവരായി തീരേണ്ടവരല്ലേ. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു. കർത്താവേ, ഞാൻ ഈ നിന്നയെല്ലാം വഹിക്കുന്നത് നിൻ്റെ നിമിത്തമാണ്. കർത്താവേ, നിനക്ക് പ്രസാദകരമാണ്. ഞാൻ ഇന്ന് വഹിക്കുന്നത് നിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഞാൻ ഈ നിന്ന് വഹിക്കുന്നത് നിൻ്റെ നിമിത്തമാണ്. ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയായിട്ടുണ്ട്. സഹോദരന്മാർക്ക് എന്നെ ഒരു വിലയുമില്ല, എന്നെ തിരിച്ചറിയാത്തതുപോലെയാണ്. അവരെന്നെ കണ്ടാൽ അറിയാത്തതുപോലെയാണ്. എന്നെ ഏതോ ഒരു വിഷജീവിയെ പോലെയാണ് കാണുന്നത്. എന്നെ ഏതോ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ അന്യനായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരന്മാർക്ക് പരദേശിയായിരിക്കുന്നു. അതിൻ്റെയോ അന്യദേശത്ത് വന്ന ഒരു മനുഷ്യൻ എന്നേ എൻ്റെ സഹോദരന്മാരെ കാണുന്നുള്ളൂ. ആർക്കും എന്നെക്കുറിച്ചൊരു സഹതാപമില്ല. ഈ ലോകത്ത് എല്ലാവരും എന്നെ വെറുക്കുകയാണ്. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. എൻ്റെ സ്വന്തം അമ്മയുടെ മക്കൾ, എൻ്റെ സ്വന്തം സഹോദരന്മാർ, അവർക്ക് ഞാൻ അന്യനായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വിശ്വാസിയുടെ അനുഭവമാണ്. കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചത് ഇത് തന്നെ. അതാണ് നാം അനുഭവിക്കേണ്ടത്. ആർക്കും വിലയില്ലാത്തവണ്ണം, ആർക്കും ഒരു മൂല്യമില്ലാത്തവണ്ണം, ആർക്കും ഒരു പ്രാധാന്യമില്ലാത്തവണ്ണം നാം നിന്ന വഹിക്കേണ്ടവരാണ്. യേശുക്രിസ്തു പോയ അതേ കാൽച്ചുവടുകളിൽ കൂടിയാണ് നാം പോകുന്നതെങ്കിൽ നിന്ന വരുമ്പോൾ നാം ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ധൈര്യമായി നിൽക്കൂ. എന്തിന്? നാം നിൽക്കുന്ന ആരുടെ കൂടെ? ആളുകൾ ആക്ഷേപിച്ചു കൊള്ളട്ടെ, ആളുകൾ പരിഹസിച്ചു കൊള്ളട്ടെ, ആരുടെ കൂടെ നാം നിൽക്കുന്നു? നാം നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നു. ക്രിസ്തുവിന് പിന്നാലെ നാം പോകുന്നു. നിന്ദകൾ വരും. അതിനാണ് നിന്ന. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു. കർത്താവേ, നിന്റെ പേരിലാണ് നിന്ന വഹിച്ചത്. എന്തൊരു ഭാഗ്യം. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു. ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. എൻ്റെ മുഖത്തെ ലജ്ജ മൂടിയിരിക്കുന്നു. ഞാൻ ലജ്ജിക്കത്തക്കവണ്ണം അനേകരെ ആക്ഷേപിക്കുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ ഓരോ തരത്തിൽ ചെളിവാരി എറിയുന്നു. എൻ്റെ കർത്താവേ, ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു, നിന്ന എന്നെ മൂടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പിശാചിന് വലിയ വെപ്രാളമാകും. ഒരു മനുഷ്യൻ ആത്മീയ ജീവിതത്തിലേക്ക് വന്നാൽ പിശാചിന് സഹിക്കില്ല. കാരണം അവൻ്റെ പിടിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. അവൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്.
അവൻ ഉരുക്കുമുഷ്ടിയിലിട്ട് ഞെരിച്ച് നരകത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളെ കർത്താവ് ഒന്ന് പിടിച്ച് വേർതിരിച്ച് സത്യവഴിയിലേക്ക് തിരിക്കുകയാണ്. അവൻ സമാധാനം അനുഭവിക്കുകയാണ്, സ്വർഗത്തിലേക്ക് തിരിച്ചു വിടുകയാണ്. അത് പിശാചിന് സഹിക്കുകയില്ല. ഓർത്തുകൊള്ളണം, ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറരുത്, ഒരു കാലത്ത് മാറരുത്. ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ എതിർപ്പുകളൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ ഓർത്തുകൊള്ളണം, ഞാൻ സത്യവഴിയിലാണല്ലോ നിൽക്കുന്നത് എന്ന്, സത്യമാർഗത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. നല്ല ഉറപ്പ് വേണം നോക്ക് പ്രിയപ്പെട്ടവരെ. നമുക്ക് ആത്മീയത്തിൽ നല്ല ധൈര്യം വേണം. എന്താ നമ്മുടെ ധൈര്യം? മനസ്സറിഞ്ഞൊരു പാവം വരില്ല, അതാണ് നമ്മുടെ ധൈര്യം. അതില്ലെങ്കിൽ പോയി മനസ്സറിഞ്ഞൊരു പാവം വരില്ല എനിക്ക്. ഒരു കാരണവശാലും ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ വരികയില്ല. പിന്നെ ആരെ പേടിക്കണം? ദൈവത്തിന് സ്തോത്രം. റോമർലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ കണ്ണി എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്നവനാര്? ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിൻ്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. കഷ്ടതയോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഉറപ്പുള്ളവരായിരിക്കണം. ഞാൻ ഉറച്ചിരിക്കുന്നത്. എന്താണ് ഉറച്ചിരിക്കുന്നത്? ഏതൊരു ശക്തി വന്നാലും മരണം വന്നാലും എന്നെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. എന്തു വന്നാലും രക്തസാക്ഷിയാകണമോ? ഞാൻ തയ്യാറാണ്. നാം വെറുതെ വീമ്പിളിക്കിട്ട് കാര്യമില്ല. ഒരവസരം വരട്ടെ, ടെസ്റ്റ് കേസ് വരട്ടെ, എപ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നല്ല ഉറപ്പ് വേണം. എന്തു വന്നാലും ശരി, എൻ്റെ യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മാർഗത്തിൽ ഞാൻ വ്യതിചലിക്കുകയില്ല. സ്തോത്രം. റോമർലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഖണ്ഡിക അത് കാണാൻ പഠിക്കാൻ നല്ലതാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം പുച്ഛിച്ചാലും, ആരെല്ലാം പരിഹസിച്ചാലും, അതെല്ലാം നമ്മുടെ തൊപ്പിയിലെ തൂവലുകളായി മാറും. തൊപ്പിയിലെ തൂവലുകൾ അതെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരും. ആളുകൾ പരിഹസിച്ചുകൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യം ഓർത്തോളണം, നമ്മൾ പാവം ഉണ്ടായിരിക്കരുത്. പാവം ഇല്ലാതിരിക്കുക നമ്മെക്കുറിച്ച് ആളുകൾ എന്തെല്ലാം പറഞ്ഞാൽ നമുക്കതെല്ലാം അനുഗ്രഹമാണ്. അതെല്ലാം നമുക്ക് വലിയ സമൃദ്ധിയായ അനുഗ്രഹത്തിൻ്റെ ഓരോ ചാലുകളാണ്, ഓരോ വഴികളാണ്. സ്തോത്രം. അതാണ് പറഞ്ഞത്, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യമായി തീർന്നിരിക്കുന്നു. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവിനെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ഞാൻ കരഞ്ഞു, ഉപവാസത്തിൽ ആത്മതപനം ചെയ്തു, അതും എനിക്ക് നിന്ദിയായി തീർന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഹാരം കഴിക്കാതെ ഉപവാസം എടുക്കുന്നു, സുഖഭോഗങ്ങളെല്ലാം വിത്യജിച്ച് ഉപവാസം എടുക്കുന്നു, അതും എന്നെ നിന്ദിക്കാൻ കാരണമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മീയ ജീവിതം അനേകർക്ക് നിന്ദയായി തീർന്നിരിക്കുന്നു, ആക്ഷേപമായി തീർന്നിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൃഢനിശ്ചയം വരാൻ പറ്റുന്നുണ്ടോ? ആര് എതിർത്താലെന്ത്? ആര് പകച്ചാലെന്ത്? നമുക്ക് ആരോടും പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തെറ്റാണ്, അത് പാപമാണ്. ആരോടും വൈരാഗ്യം ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകര് ഉള്ളിൽ ഒരു ഈർഷ്യ വരുന്നു, എതിർക്കുന്നവരുടെ ഈർഷ്യ വരുന്നു, ഉള്ളിൽ പരാതി വരുന്നു, ഉള്ളിൽ പരിഭവം വരുന്നു. വേണ്ട, അവർ ദുരാത്മാക്കളുടെ കയ്യിലായതുകൊണ്ടാണ് എതിർക്കുന്നത്. ദുരാത്മാക്കളുടെ കയ്യിൽ, പിശാചുകളുടെ കയ്യിലായിരിക്കുന്നു. ആ പിശാചുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു പോയപ്പോൾ അതിലുള്ള വൈരാഗ്യവും അസൂയയും കൊണ്ട് പിശാച് ഉപദ്രവിക്കുന്നു. അതിന് പിശാച് എടുക്കുന്നത് ഓരോ മനുഷ്യൻ ഉപയോഗിക്കുന്നു. ഓരോ മനുഷ്യൻ ഉപയോഗിച്ച് പിശാച് നമ്മൾ എതിർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു നിന്ന് വഹിച്ചു. സ്തോത്രം. നാമും നിന്ന് വഹിക്കാം. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക നാം. ദൈവത്തിന് സ്തോത്രം. നിന്ന് വഹിക്കാം. അതിനൊരു എന്ത് വന്നാലും, എന്ത് നിന്ന് വന്നാലും, എന്ത് ആക്ഷേപം വന്നാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ വഴി മാറുകയില്ല എന്ന്, ഇല്ലാത്തതിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ യേശുവിൻ്റെ വഴിയിൽ ഞാൻ മാറുകയില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ കിട്ടിയോ? സ്തോത്രം. ദൈവത്തിൻ്റെ വഴി നാം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, കർത്താവിൻ്റെ പാദം മുത്തിക്കൊണ്ട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഏത് സാഹചര്യം വന്നാലും എൻ്റെ യേശുവിനെ ഞാൻ തള്ളിപ്പറയുകയില്ല. ആരെല്ലാം എതിർത്താലും
ഞാൻ യേശുവിനോട് പറ്റി ചേർന്ന് നിൽക്കും. ഏതെല്ലാം ഉപദ്രവം വന്നാലും യേശുവിനോട് പറ്റി ചേർന്ന് നിൽക്കും. യേശു യേശു യേശു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീരുമാനമെടുക്കൂ. യേശുവിനോട് പറ്റി ചേർന്ന് നിൽക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഏത് സാഹചര്യത്തിലും യേശുക്രിസ്തുവിനെ അനുഗമിക്കുമെന്നും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി നിൽക്കുമെന്നും യേശുക്രിസ്തു പോയി അതേ കഷ്ടതയുടെ വഴിയിൽ കൂടി ഞാൻ നീങ്ങുമെന്നും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും യേശുക്രിസ്തു പോയ ആ നിന്ദയുടെ വഴിയിൽ കൂടി ഞാൻ നീങ്ങുമെന്നും നിങ്ങൾ തീരുമാനമെടുക്കൂ. കൈപ്പേറിയ അനുഭവങ്ങൾ എനിക്ക് വന്നാലും ഇല്ല, ഞാൻ യേശുവിനെ വിടുകയില്ല, ഞാൻ യേശുവിനോട് ചേർന്ന് നിൽക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരും. നിങ്ങളുടെ മക്കൾ ഭാഗ്യശാലികളായി തീരും. തലമുറ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ കൃപ ലഭിക്കും. യേശുവിൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ നിങ്ങൾ അനുഗ്രഹീതരായി തീരും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം. ആവശ്യക്കാരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും തലോടുന്ന കൃപയ്ക്കായി സ്തോത്രം. കണ്ണുനീര് തുടയ്ക്കുന്നതിനായി സ്തോത്രം. പാവബന്ധനങ്ങൾ അഴിക്കുന്നതിനായി സ്തോത്രം. ശാപബാധകൾ മാറ്റുന്നതിനായി സ്തോത്രം. പൈശാചീയത്തിൻ്റെ കോട്ടകൾ തകർക്കുന്നതിനായി സ്തോത്രം. യേശുവേ, കുടുംബമായി സമാധാനം ലഭിക്കാൻ ഈ മക്കളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.